പടിഞ്ഞാറൻ ചുരത്തിന്റെ പച്ചപ്പിലേക്ക് നീലയും വഴുതനങ്ങ നിറവും കലർന്ന വർണ്ണവിസ്മയം തീർത്താണ് നാടുകാണിയിൽ നീലക്കുറിഞ്ഞികൾ എത്തിയത്. പാതയോരങ്ങളിലും മലനിരകളിലും സമൃദ്ധമായി പൂത്തുനിൽക്കുന്ന കുറിഞ്ഞിച്ചെടികൾ കാണികൾക്ക് അപൂർവവും മനോഹരവുമായ ദൃശ്യവിരുന്നാണ് സമ്മാനിക്കുന്നത്. പതിവിലും വ്യത്യസ്തമായി ഇത്തവണ വലിയൊരു പ്രദേശം മുഴുവൻ കുറിഞ്ഞിപ്പൂക്കളാൽ നിറഞ്ഞിരിക്കുകയാണ്. മഞ്ഞും നേരിയ തണുപ്പുമുള്ള കാലാവസ്ഥയിൽ നീലക്കുറിഞ്ഞിയുടെ മനോഹര ദൃശ്യം ക്യാമറയിൽ പകർത്താൻ ബ്ലോഗർമാരും ഫോട്ടോഗ്രാഫർമാരുമടക്കം വലിയ ജനക്കൂട്ടമാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത്. മഴക്കാലത്തിന് പിന്നാലെ എത്തിയ ഈ പുഷ്പവസന്തം കാണാൻ പ്രവൃത്തി ദിനങ്ങളിൽ പോലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. വനം വകുപ്പും പ്രദേശവാസികളും സഞ്ചാരികൾക്കായി പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപൂർവ ഇനത്തിൽപ്പെട്ട ഈ പൂക്കൾ പറിച്ചെടുക്കാനോ ചെടികൾക്ക് കേടുപാടുകൾ വരുത്താനോ പാടില്ല. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് പ്രകൃതി രമണീയമായ ഈ അന്തരീക്ഷം മലിനമാക്കരുതെന്നാണ് അധികൃതർ നൽകുന്ന കർശന മുന്നറിയിപ്പ്. ഈ ചാനൽ നാടുകാണി. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.